ഹായ് ഹലോ എല്ലാവർക്കും റാണീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു സിമ്പിൾ പുഡിംഗ് ആണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1/2 ലിറ്റർ മിൽക്ക്, 1/2 കപ്പ് ഷുഗർ, 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, പിസ്ത ഫ്ലേവറാണ് എടുത്തേക്കുന്നത്, 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ, 5 ബിസ്ക്കറ്റ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ടൂട്ടി ഫ്രൂട്ടി, കിസ്മസ്, ഡേറ്റ്സ്, നട്ട്സ്, ബദാം, glazed cherries ഗ്രീനും റെഡും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്ത് ഓരോ ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഓറഞ്ച് എസൻസ്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ജെലാറ്റിൻ 1/4 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമുക്കിത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. കസ്റ്റാർഡ് പൗഡർ 1/4 കപ്പ് പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലൊഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കസ്റ്റാർഡ് പൗഡർ പിസ്ത ഫ്ലേവറാണ് എടുത്തേക്കുന്നത്. ഏത് ഫ്ലേവറിൻ്റെ കസ്റ്റാർഡ് പൗഡറും എടുക്കാവുന്നതാണ്. ഇപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഈ പാൻ വെച്ച് അതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഷുഗർ ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം കുറുകി വരുന്നുണ്ട്. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അധികം അങ്ങ് തിക്കാവേണ്ട ആവശ്യമില്ല. ഈ കൺസിസ്റ്റൻസി മതി. നമുക്കിനി ഇതിലേക്ക് കുതിർത്ത് വെച്ചേക്കുന്ന ജെലാറ്റിൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ജെലാറ്റിനൊക്കെ ഇതിൽ നന്നായി മിക്സ് ആവണം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുഡിങ്ങിൻ്റെ മിക്സ് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇപ്പം റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. നമുക്കിത് പുഡിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബിസ്ക്കറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഓറഞ്ച് എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഓറഞ്ച് എസൻസിന് പകരം വാനില എസൻസ് ചേർക്കാവുന്നതാണ്. നമുക്കിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായിട്ട് എടുക്കാം. മൾട്ടി കളർ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പുഡിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. പുഡിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ മൾട്ടി കളർ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത റെസിപ്പിയായിട്ട് കാണാം. ബൈ.